നായ്ക്കളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് അഭയകേന്ദ്രവും തുടങ്ങാൻ തീരുമാനമായി. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മാസം കൊണ്ട് അത് തീരും. എന്നാലും ഒരു 1000 നായ്ക്കളെ പാർപ്പിക്കാനുള്ള സ്ഥലം, പ്രതിദിനം 10 നായ്ക്കളെ ABC ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങളൊരു ക്യാരവൻ തരും. ഈ ക്യാരവനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ, അവിടെ ഡോക്ടർമാർക്ക് നിന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, നായ്ക്കളെ പാർപ്പിക്കാൻ വേണ്ടി, പിടിച്ചുകൊണ്ടിരുന്ന നായ്ക്കളെ പാർപ്പിക്കാൻ വേണ്ടി പുറത്തൊരു ടെൻറ്റ്, ഇവിടെ നിന്ന് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴുകി പോകാനുള്ള ബയോ ടോയ്ലറ്റ് സംവിധാനം. ഇതിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിൻ്റെ ഉൽപ്പന്നമായി വരുന്ന അവയവങ്ങളും മറ്റും മാറ്റാൻ വേണ്ടി ഇമേജിംഗ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇമേജിംഗ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി അത് നീക്കം ചെയ്യുന്നുള്ള സംവിധാനം, വാക്സിനും മറ്റു ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ക്യാരവാനിനുള്ളിൽ തന്നെ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ജനറേറ്റർ, ബാക്കപ്പ്, വെള്ളം സംഭരണി ടാങ്കുകൾ, അതെല്ലാം സെറ്റ് ചെയ്ത് ഓരോ നായെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഹാൻഡലർമാർ, അവരെ പരിരക്ഷ നൽകാൻ വേണ്ടിയുള്ള സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ സംവിധാനം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കൊല്ലം ജില്ലയിലെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, നാളെ ഇത് രാജ്യത്ത് ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ABC സെൻറ്റർ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ വരും. സംഭവം കിടക്കും. അപ്പോൾ ഈ ക്യാരവന് പുറത്ത്, ഈ ബസ്സിന് പുറത്ത് ടെൻറ്റുകൾ സജ്ജീകരിച്ചു. അവിടെ ഹാൻഡലർമാരും രാവിലെ തന്നെ പോയി തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്ന് ഈ ടെൻറ്റിൽ പാർപ്പിക്കുന്നു. ടെൻറ്റിലെ പ്രത്യേക കൂടുതൽ പാർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർമാരുടെ 2 സംഘങ്ങൾ 2 ടേബിളിലായി ഇതിനെ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ഓരോ നായ്ക്കും ഓരോ കൂടുന്ന രീതി, ABC നിയമപ്രകാരം ഓരോ നായ്ക്കും ഓരോ കൂടുന്ന രീതി അവയെ പാർപ്പിക്കും. 3 മുതൽ 5 ദിവസം വരെ പാർപ്പിച്ച് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ നൽകി ഈ മുറിവ് ഉണക്കും. അതിനുശേഷം പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതിനു ശേഷം ഈ നായ്ക്കളെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ കൊണ്ടുപോയി സ്വന്തം. ഇതാണ് പരിപാടി. അപ്പം ഇങ്ങനെ വേണ്ടി വരുന്ന ഒരു നായ്ക്ക് വേണ്ടി വരുന്ന ചിലവ് 2200 രൂപ. ഈ ബാക്കിയുള്ള സൗകര്യങ്ങൾക്കെല്ലാം പുറമെ ഇപ്പം ടെൻ്റ് അടിക്കുന്നു, അതിന് ചുറ്റും വേലി കിട്ടുന്നു, മറ്റ് പാർപ്പിക്കൽ, മറ്റു കാര്യങ്ങൾ, അതെല്ലാം ഉപരിയായിട്ട് ഒരു നായെ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി വരുന്ന ചിലവ് 2200. അതായത് ഒരു 400 നായ്ക്കളൊക്കെ ചെയ്യുമ്പോൾ 9 ലക്ഷം രൂപ ഒരു പഞ്ചായത്തിന് ചിലവ്. അപ്പം ഇത് ഗ്രാമപഞ്ചായത്തുകളോട് അവരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന നായ്ക്കളുടെ എണ്ണം ഏകദേശം മനസ്സിലാക്കി 2200 കൊണ്ട് കുടിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് അടയ്ക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ജില്ലാ പഞ്ചായത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ശമ്പളം, മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, ഒരു സ്ഥലത്ത് ഇപ്പം ഉദാഹരണത്തിന് ആശ്രമ മൈതാനത്ത് ഈ ABC സെൻറ്റർ പോർട്ടബിൾ കൊണ്ടുവന്നിടുക. 3000 ചതുരശ്ര അടി വേണം ഇത് പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലം. അതായത് പോർട്ടബിൾ ABC സെൻറ്റർ, തൊട്ടപ്പുറത്ത് ടെൻറ്റുകൾ, കൂടുതൽ വെക്കാനുള്ള സൗകര്യം, വേലി എന്ന് വെച്ചാൽ ഒരു ഫെൻസിംഗ് ഉണ്ട്, ഇതിനകത്ത് ആരും വന്ന് കയറി ശല്യം ചെയ്യാതിരിക്കാൻ പറ്റുമൊക്കെ ഒരു വേലി, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് 3000 ചതുരശ്ര അടി സ്ഥലം എടുത്താൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഇതുകൊണ്ട് ഇടാൻ പറ്റൂ. അപ്പോൾ ആശ്രമ മൈതാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പ്രതിഷേധം വരുവാണ്.